എനിക്ക് ജ്ഞാനപീഠം കിട്ടിയ സമയത്ത് ഞാനിപ്പോ ഈ ഇന്ത്യ വിഷൻ ചാനലിന്റെ ന്യൂസ് റൂമിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് OMV ജ്ഞാനപീഠം എന്ന വാർത്ത ഏഷ്യാനെറ്റ് എഴുതിനാൽ മറ്റു ചാനലുകൾക്ക് പെട്ടെന്ന് ചാടി. അപ്പൊ തന്നെ ഇന്ത്യ വിഷൻകാരി ചെമ്മൻ ചാക്കോ സാറെ എന്ന് പറയും. ചാക്കോ സാർ OMV എന്താണ് ഞാനിവിടെ ഇത്ര വൈകിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 5-6 കൊല്ലം മുമ്പിൽ കിട്ടേണ്ടത്. ഇത് കഴിയുമ്പോൾ ഞാൻ ചാക്കോ സാറിനെ വിളിച്ചു. ചാക്കോ സാർ അതിനകത്ത് പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരുപാട് കൊല്ലായിട്ട് ഇതിന്റെ പുറകെ നടക്കണം, ഇപ്പോഴേ കിട്ടിയുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എനിക്ക് മനസ്സിലായത്, കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കുമല്ലേ, അത് മിക്കവർക്കും മനസ്സിലായി കാണും, ഇദ്ദേഹത്തെ അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിലായി കാണും എന്ന് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ അല്ല. അഴീക്കോട് പത്മശ്രീ കിട്ടിയപ്പോൾ പുള്ളി അത് നിരാകരിക്കും. ഈ പത്മശ്രീ നിസ്സാരം, അതിപ്പോ പ്രാഞ്ചികൾക്ക് തൃശ്ശൂർ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരനായ അദ്ദേഹത്തിന് തൃശ്ശൂര് ജന്മം കൊണ്ട് അല്ലെങ്കിലും കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ തന്നെ CK മേനോന്റെയൊക്കെ പേര് ചോദിച്ചിട്ടില്ലേ, താഴത്താണെങ്കിൽ യൂസഫലിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ കിട്ടുന്നതാണ് പത്മശ്രീ. അപ്പൊ പത്മശ്രീ കിട്ടിയപ്പോ പുള്ളിക്ക് ഇതിന്റെ അന്തസാര വിഹീനത മനസ്സിലായതുകൊണ്ട് അദ്ദേഹം നിരാകരിക്കും. അത് മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ നാട്ടിൽ അധികം പേര്. എവിടെ നിന്നെങ്കിലും ഒരു പത്മം കിട്ടിയാൽ മതി.